നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ട വീഡിയോയിൽ നമ്മൾ 4ാമത്തെ ഗ്രൂപ്പ് വരെയാണ് ചെയ്തത് എക്സാമിൻ്റെ. ഇനി 5ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഓപ്പൺ ഷോട്ടിലെ വീഡിയോ ആണ്. അപ്പോൾ അത് ഏതെങ്കിലും ചോയ്സ് 1 2 രണ്ടും ഏതാണ്ട് ഒരേപോലത്തെ ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു ചോദ്യമാണ് നമ്മളിന്ന് നോക്കുന്നത്. പറഞ്ഞ പോലെ 8 ഗ്രൂപ്പുകളാണ്. ഓരോ ചോദ്യത്തിനും 6 സ്കോർ ചെയ്താണ്. ചോയ്സ് ഉണ്ട്. 2 മണിക്കൂർ പരീക്ഷാ സമയം. സ്റ്റാർട്ട് പ്രാക്ടിക്കൽ എക്സാം കൊടുത്ത് ഓക്കെ കൊടുത്ത് ഞങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പം കഴിഞ്ഞ 4 ഗ്രൂപ്പ് വരെയുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിരുന്നു. ഇനിയിപ്പോൾ 5ാമത്തെ ഗ്രൂപ്പിൻ്റെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ 5ാമത്തെ ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ 6ാം ക്ലാസ്സിലെ പാഠാവലി പരിശ്രമം ചെയ്യലെന്തേനെ എന്ന പാഠവുമായി ബന്ധപ്പെട്ട് 2 വീഡിയോ ക്ലിപ്പുകൾ ഹോമിലെ DLED ഡോക്യുമെൻറ്റിലുള്ള B15V ഫോൾഡർ മാറിപ്പോരുത്. B15V എന്ന് പറഞ്ഞാൽ ഫോൾഡറിലായിരിക്കും DLED ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകുക. അത് നോക്കിയിട്ട് SLV വിഷയപഠം, പക്ഷിലോകം മുതലായ അബ്ദുൽ കലാമിനെ പറ്റിയുള്ള ഓഡിയോ, വീഡിയോ, ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ടൈറ്റിൽ സ്ലൈഡിൽ അബ്ദുൽ കലാം ആത്മധൈര്യം എന്ന് ടൈറ്റിൽ സ്ലൈഡ് നിർമ്മിക്കാമല്ലോ. അതായത് തുടക്കത്തിലുള്ള ഒരു സ്ലൈഡാണ് ടൈറ്റിൽ സ്ലൈഡ്. അതിനുശേഷം നമ്മൾ വീഡിയോ ക്ലിപ്പുകൾ യോജ്യമായത് അതിലേക്ക് ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത് സേവ് ചെയ്തത് MP4 ഫോർമാറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആയിട്ട്, അതാണ് നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞു. നമ്മൾ DLED പ്രൊഡക്റ്റിലാണ് അത് സേവ് ചെയ്യേണ്ടത്. MP4 ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്. ഇന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു ചോദ്യമാണ് അടുത്തതും. അതീ പറഞ്ഞ പോലെ തന്നെ ചിത്രങ്ങൾ ആഡ് ചെയ്ത് അതിൻ്റെ വോയിസ് വലിച്ചിട്ട് നമ്മൾ ചെയ്ത് ഓർക്കുന്നുണ്ടാവും. 2 ട്രാക്ക് ഉണ്ടാക്കി 2 ട്രാക്കിലേക്ക് വലിച്ചിട്ട് ചെയ്ത കാര്യം. അപ്പോൾ അതേപോലെ തന്നെയാണ് 2ാമത്തെ ചോദ്യവും. അപ്പോൾ ഒന്നുകൂടി എളുപ്പമുള്ള ചോദ്യം ഇതായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് നോക്കാം. സ്റ്റാർട്ട് എക്സാം കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, നോക്കാം. അപ്പം നിങ്ങൾക്ക് സംശയമുള്ളവർ അപ്പോൾ ഇത് ഓണാക്കി ഇടണം. കറണ്ട് ക്വസ്റ്റ്യൻ അടിച്ചിട്ട് ഇത് ഓണാക്കി ഇടണം. അത് പറഞ്ഞേക്കുന്ന വഴികൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. DLED ഡോക്യുമെൻറ്റ്. അപ്പോൾ ഹോമിൽ പോയിട്ട് DLED ഡോക്യുമെൻറ്റിൽ പറഞ്ഞേക്കുന്നത് B15V. ഇതാണ് B15V എന്ന് പറഞ്ഞ ഫോൾഡർ. അതിൽ ആവശ്യമായ എല്ലാം ഇതുണ്ട്. അബ്ദുൽ കലാം ഓഡിയോ, JPG, SLV വിഷയം, പക്ഷിലോകം, ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇനി നമ്മൾ ഇത് ഓപ്പൺ ഷോട്ടിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്പൺ ഷോട്ടിലാണ് ചെയ്യേണ്ടത്. ഓപ്പൺ ഷോട്ട് വീഡിയോയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനിൽ പോയിട്ട് സൗണ്ട് ആൻഡ് വീഡിയോയിലായിരിക്കും എപ്പോഴും ഓപ്പൺ ഷോട്ട് ഉണ്ടാവും. സൗണ്ട് ആൻഡ് വീഡിയോ ഇത് കണ്ടത്. ഇത് ഓപ്പൺ ഷോട്ട് വീഡിയോ എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ടാവും. സൗണ്ട് ആൻഡ് വീഡിയോയിൽ പോയിട്ടാണ് ഓപ്പൺ ഷോട്ട് വീഡിയോ ഇട്ട്. ഇത് ഞാൻ മിനിമൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ട്രാക്കുകളൊക്കെ വന്ന് വേണം, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മൾ കൊണ്ട് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്യലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വീഡിയോ, ഓഡിയോ, ഇമേജ്, ഷോ ഓൾ, അങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഷോ ഓൾ ആണ്. കാരണം നമുക്ക് ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്, അതേപോലെ തന്നെ ചിത്രമുണ്ട്. അതുകൊണ്ട് ഷോ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കണം അത് കിടക്കേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എല്ലാ സാധനങ്ങളും ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്യേണ്ടത് ഇമ്പോർട്ട് ഫയൽ എന്ന് പറഞ്ഞ് ഈ കുരിശ് പോലുള്ള ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ പോയിട്ട് നമ്മൾ ഹോമിൽ പോയിട്ട് DLED ഡോക്യുമെൻറ്റ് B15V എന്ന് പറഞ്ഞ ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം സെലക്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിതാ അബ്ദുൽ കലാം ഓഡിയോ ആഡ് ചെയ്യുന്നു. കണ്ടില്ലേ? ഇനി അത് മാത്രം പോരല്ല, നമുക്ക് എല്ലാ ഫയലും ആഡ് ചെയ്യണ്ടേ. വീണ്ടും ആ കുരിച്ചുള്ള ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തു. അബ്ദുൽ കലാം JPG ആഡ് ചെയ്തു. വീണ്ടും SLV വിഷയപഠം ആഡ് ചെയ്തു. ദെൻ അടുത്തത് പക്ഷിലോകം ആഡ് ചെയ്തു. കണ്ടില്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഓഡിയോ ഫയലും വീഡിയോ ഫയലും ഒരേ ട്രാക്കിൽ ഇടാൻ പാടില്ല എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് അബ്ദുൽ കലാമിൻ്റെ ഒരു ചിത്രമാണ് ഞാൻ ആദ്യം വലിച്ചിടുന്നത്. ആദ്യം ഞാൻ ഇവിടേക്ക് വലിച്ചിട്ടു. അടുത്തന്നെ SLV വിഷയമാണ് ഞാൻ വലിച്ചിട്ടു. അത് വലിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണണമെങ്കിൽ ഇതാ ഈ സൈഡിലെ ബാറിൽ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത്രയും നീളമുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പക്ഷിലോകം എന്ന് പറയുന്ന വീഡിയോ വലിച്ചിടുന്നത്. ഓക്കെ, ഇനി അബ്ദുൽ കലാം എന്ന് പറയുന്ന ചിത്രത്തിന് തുടക്കമായിട്ട് ഇതാ ഈ ഒരു ഓഡിയോ ഫയൽ തൊട്ട് താഴെയുള്ള ട്രാക്കിലേക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. തൊട്ട് താഴെയുള്ള ട്രാക്കിലേക്കാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. കണ്ടോ, ഇത്രയും ഉണ്ട്. ഇത്രയും അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അബ്ദുൽ കലാം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ,
ഇനി നമുക്ക് വേറെ കാര്യം കൂടി ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഇത് മിക്സ് ആവുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓഡിയോ ഫയൽ തീരുന്നവരെ, ഓക്കെ, ഓഡിയോ ഫയൽ തീരുന്നവരെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഈ ഓഡിയോ ഫയൽ നമുക്ക് ചുരുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കിടക്കട്ടെ തൽക്കാലം. അതിനുശേഷം ഇനി പറയുന്നത് ഒരു ടൈറ്റിൽ വീഡിയോ ആഡ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ടൈറ്റിൽ വീഡിയോ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ അല്ല, ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ചെയ്യേണ്ടത് ഇവിടെ പോയിട്ട് കണ്ടോ, ടൈറ്റിൽ എഡിറ്റ് എന്നിട്ട് ടൈറ്റിൽ, ന്യൂ ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, സബ് ടൈറ്റിൽ ഇവിടെ ഇതാ ക്രിയേറ്റ് ന്യൂ ടൈറ്റിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കേണ്ടത്. എന്നാൽ ടൈറ്റിൽ ഒന്നും കൂടെ നോക്കാം. കൺവേർഷനിൽ ഓക്കെ, അബ്ദുൽ കലാമിൻ്റെ ആത്മധൈര്യം എന്ന ടൈറ്റിലാണ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് മലയാളത്തിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക? നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതാ ഇവിടെ പോയിട്ട്, ഇന്നലെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇംഗ്ലീഷിൻ്റെ ഈ നേരത്തെ ഇവിടെ പോയിട്ട് മാറ്റിയിട്ട് മലയാളം മാറ്റുക. അതിനുശേഷം ആപ്ലിക്കേഷനിൽ പോയിട്ട് യൂണിവേഴ്സൽ ആക്സസിൽ പോയിട്ട് ഇൻഡിക് ഓൺ സ്ക്രീൻ കീബോർഡ്. ഓക്കെ, ഇവിടെയും ഇംഗ്ലീഷിലായിരിക്കും കിടക്കുക. അപ്പം മാറ്റിയിട്ട് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് താഴെ കണ്ടോ മലയാളം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് കിടക്കും. ഇവിടെ ഒരു ഡെമോ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പം അത് മലയാളത്തിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഒരു ഡെമോയാണ് ഞാനിപ്പം കാണിച്ചു തരുന്നത്. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇത് കൂടാതെ കണ്ടോ, ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്ത സാധനം ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇവിടെ വന്ന് സാധനം കിടപ്പുണ്ട്. അപ്പോൾ ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു, താഴേക്ക് വലിച്ചിടുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി കാണിച്ചു തരാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ടൈറ്റിൽ പോകുന്നു, ന്യൂ ടൈറ്റിൽ കൊടുക്കുന്നു. ഓക്കെ, ക്രിയേറ്റ് ന്യൂ ടൈറ്റിൽ കൊടുക്കുന്നു. ഇവിടെ ന്യൂ ടൈറ്റിൽ തന്നെ നിന്നോട്ടെ. അതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. ഇവിടെയാണ് നമ്മൾ മെയിൻ ടൈറ്റിലും സബ് ഹെഡിങ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഡി കീബോർഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അടിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മലയാളം മാറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പം നമ്മളൊന്നുകൂടി വായിച്ചിട്ട് കണ്ടോ, കണ്ടല്ലേ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് മുന്നോട്ട് നീക്കി ക്ലിക്ക് ചെയ്ത് വലിക്കണം. ക്ലിക്ക് ചെയ്തിട്ട് വലിക്കണം. കണ്ടോ, ഇത് കുറച്ചുകൂടി മുന്നോട്ട് നീക്കി ഈ ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് വലിച്ചിടണം. കണ്ടോ, ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് വലിച്ചു. ഇപ്പം ടൈറ്റിലായി, അബ്ദുൽ കലാമിൻ്റെ ചിത്രമായി. തൊട്ട് താഴെയുള്ള ട്രാക്കിലേക്ക് ഞാൻ ഓഡിയോ ഫയൽ ശ്രദ്ധിക്കണം, ഒരുമിച്ചിടരുത്. ഓക്കെ, ഈ ചിഹ്നം കാണുന്നത് ഓഡിയോ ഫയലാണ്. ഓഡിയോ ഫയലിനാണ് അർത്ഥം. അത് തൊട്ട് താഴെയുള്ള ട്രാക്കിലേക്കാണ് ഇടുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ഫയലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പ്ലേ കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഫയൽ ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് സേവ് ചെയ്യലാണ്. ഫയലിൽ പോയിട്ട് സേവ് പ്രൊജക്റ്റ് കൊടുക്കുക. ഓക്കെ, സേവ് പ്രൊജക്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പം പ്രൊജക്റ്റിൻ്റെ പേര് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറായിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, രജിസ്റ്റർ നമ്പർ ഇട്ടാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ തൽക്കാലം ഇത് ഡെസ്ക്ടോപ്പിലേക്ക് വന്ന് കിടക്കും. ഇനി അതല്ല നിങ്ങളുടെ ഫോൾഡറിലേക്ക് തൽക്കാലം ഡെസ്ക്ടോപ്പിൽ കിടക്കട്ടെ. ഓക്കെ, തൽക്കാലം ഡെസ്ക്ടോപ്പിൽ കിടക്കട്ടെ. സേവ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഇതിപ്പം ഞാൻ കാണിച്ചു തരാം. ഡെസ്ക്ടോപ്പിൽ വന്ന് കിടപ്പുണ്ടാവും. കണ്ടില്ലേ, ഡീഫോൾട്ട് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കിടപ്പുണ്ടാവും. ഡീഫോൾട്ട് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കിടപ്പുണ്ടാവും. ഓക്കെ, പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നതല്ല. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് MP4 ഫോർമാറ്റിലേക്ക് മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. MP4 ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഹോം ഫോൾഡർ കയറി DLL പ്രൊഡക്റ്റിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാക്കി സേവ് ചെയ്യണം. ഇപ്പോൾ ഫയലിൽ പോയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാ, എക്സ്പോർട്ട് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തതിന് ശേഷം ഓക്കെ, ഇവിടെ പോയിട്ട് ഓക്കെ, നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ ഇടാം. അവിടെ പോയിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ കിടക്കട്ടെ തൽക്കാലം. ഇവിടെ അതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏത് ക്വാളിറ്റിയിലേക്ക് വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്. കേട്ടില്ലേ, ഓൾ ഫോർമാറ്റ്, പ്രൊഫൈലിൽ ഓൾ ഫോർമാറ്റ് കൊടുക്കുക കേട്ടോ. പ്രൊഫൈലിൽ ഓൾ ഫോർമാറ്റ് കൊടുക്കുക അല്ലേ, ഓൾ ഫോർമാറ്റ് കൊടുക്കുക. ഇനി ടാർജറ്റ് പോയിട്ട് ഓക്കെ, പ്രൊഫൈൽ ഓൾ ഫോർമാറ്റ് എന്നുകൂടി പറയാം. പ്രൊഫൈൽ ഓൾ ഫോർമാറ്റ്, ടാർജറ്റിൽ പോയിട്ട് ഇതാ MP4 കൊടുക്കുക. MP4 XVID
MP4 XVID കൊടുക്കുക. ഓക്കെ, MP4 XVID കൊടുക്കുക. ബാക്കിയൊക്കെ എങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ, MP4 XVID എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം എക്സ്പോർട്ട് വീഡിയോ കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ മീഡിയം ക്വാളിറ്റി കൊടുത്തുകൊണ്ടാണ് ഇത്രയെങ്കിലും സമയം എടുക്കുന്നത്. അത് ലോ ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും പെട്ടെന്ന് അത് എക്സ്പോർട്ട് ആവും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ ഓപ്പൺ ഷോട്ടിൻ്റെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഈ കംപ്രസ് ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് ഒരുപാട് നഷ്ടമാകുന്നതുകൊണ്ട് ഇത് വീഡിയോ എഡിറ്റിങ് ഏറ്റവും അവസാനത്തേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, എല്ലാ ഗ്രൂപ്പും നോക്കിയതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഇത്രയും സമയം എടുക്കും നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം ഞാൻ തൽക്കാലം അത് ക്യാൻസൽ ചെയ്യുകയാണ്. നമുക്ക് സമയം പരിമിതി ഉള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ക്യാൻസൽ ചെയ്യരുത്. അത് എക്സ്പോർട്ടായി വീഡിയോ ആയി അവിടെ കിടക്കണം. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. ആദ്യം നിങ്ങൾ ഈ പറയുന്ന 8 ഗ്രൂപ്പുകളും നോക്കുക. ഓക്കെ, ഈ പറയുന്ന 8 ഗ്രൂപ്പുകളും നിങ്ങൾ നോക്കുക. 8 ഗ്രൂപ്പുകളും നോക്കി ആ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കിയ ശേഷം, അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരം സമയം എടുക്കുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ സമയം എടുക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അവസാനം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസിനേക്കാൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വീഡിയോ എഡിറ്റിങ് എളുപ്പമാണ്. ജസ്റ്റ് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഓപ്പൺ ഷോട്ട് ഇതാണ്, ആപ്ലിക്കേഷനിൽ പോയിട്ട് ഉണ്ടോ സൗണ്ട് ആൻഡ് വീഡിയോയിൽ പോയിട്ടാണ് ഓപ്പൺ ഷോട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഓപ്പൺ ഷോട്ട് എടുത്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തത് ഇമ്പോർട്ട് ഫയലിൽ പോയിട്ടാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ പറഞ്ഞ സ്പെസിഫിക് ഫോൾഡറിൽ പോയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വലിച്ചിട്ടത്. ഇനി അത് വലിച്ചിട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഷോ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എപ്പോഴും ഓൺ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഒരു കുഴപ്പം, വീഡിയോ ആണെങ്കിൽ വീഡിയോ മാത്രമേ കാണുള്ളൂ, ഓഡിയോ ആണെങ്കിൽ ഓഡിയോ മാത്രമേ, ഇമേജ് ആണെങ്കിൽ ഇമേജ് മാത്രമേ കാണുള്ളൂ. നിങ്ങൾ വലിച്ചിട്ട എല്ലാ ഫയലും കണ്ടെന്ന് വരില്ല. അപ്പോൾ ഷോ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിച്ചിട്ട എല്ലാ ഫയലും ഇതിലേക്ക് വരും. ഈ പ്ലസ് ചിഹ്നം അടിച്ചിട്ട് ഓരോ ഫയലും എടുക്കുക, ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വരും. ഇങ്ങനെ വന്നു കിടക്കുന്ന എല്ലാ ഫയലുകളും നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് മൗസിലെ ലെഫ്റ്റ് ക്ലിക്ക് ഞെക്കി പിടിച്ചുകൊണ്ട് താഴേക്ക് വലിച്ചിട്ടുണ്ടെങ്കിലാണ് അത് താഴേക്ക് വന്ന് കിടക്കുക. അതിനുശേഷം അതിനെ ഒരു നിശ്ചിത ദൂരത്തേക്ക് ഇങ്ങനെ വലിച്ചിട്ട് ക്രമീകരിച്ചിടണം. ഇനി ഓഡിയോ ഫയൽ ഒരിക്കലും വീഡിയോയുടെ ട്രാക്കിൽ തന്നെ ഇടാൻ പാടില്ല. അത് തൊട്ടടുത്തുള്ള ട്രാക്കിലേക്കാണ് ഇടേണ്ടത്. ഓക്കെ, ഉണ്ടല്ലോ, ട്രാക്ക് 1 ഞാനിപ്പോൾ വീഡിയോസും അതേപോലെ തന്നെ ചിത്രങ്ങളും ക്രമീകരിച്ചേക്കുന്നത്. തൊട്ട് താഴെയുള്ള ട്രാക്കിലാണ് ഞാൻ അതിൻ്റെ ഓഡിയോ ക്രമീകരിച്ചേക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളത് സേവ് ചെയ്യുക. ഫയൽ സേവ് ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്താൽ മതി. തൽക്കാലം അവിടെ കിടക്കട്ടെ. അതിനുശേഷം ഞാൻ ചെയ്തതാണ്, ഫയലിൽ പോയിട്ട് ഏറ്റവും താഴെ പോയിട്ട് എക്സ്പോർട്ട് വീഡിയോ കൊടുത്തു. ഇപ്പോൾ എക്സ്പോർട്ട് വീഡിയോ കൊടുത്തിട്ട് നമ്മളിവിടെ ഈ കാണുന്ന ആരോമാർക്ക് കൊടുത്ത് ഇവിടെയാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിക്കേണ്ടത്. ഓക്കെ, രജിസ്റ്റർ നമ്പർ അടിക്കണം. ഈ പ്രൊഫൈലിൽ പോയിട്ട് ഓൾ ഫോർമാറ്റ് ആക്കുക. ടാർജറ്റ് പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പം ഈ MP4 ഫോർമാറ്റ് കുറച്ച് മേലെയായിട്ട് കിടക്കുന്നുണ്ടാവും. ഈ MP4 ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. വീഡിയോ പ്രൊഫൈൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി ക്വാളിറ്റി നിങ്ങൾ എക്സാമിന് ചെയ്യുന്ന സമയത്ത് അതൊരു ലോ ക്വാളിറ്റി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതേപോലെ സമയം എടുക്കും. അത് എക്സ്പോർട്ട് ആവാനുള്ള സമയമാണ്. അപ്പം അതിന് ശേഷം ഇത് ഡെസ്ക്ടോപ്പിൽ വന്ന് കിടക്കും. ഓക്കെ, അതിനുശേഷം ഇത് നമ്മൾ എക്സ്പോർട്ട് ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ള കാണിച്ചു തരാം. ഇപ്പം നമ്മളിപ്പം ചെയ്ത ഡീഫോൾട്ട് പ്രൊജക്റ്റ് ഇത് എവിടെ നിന്ന് കിടപ്പുണ്ട് കണ്ടില്ലേ, ഇത് അവിടെ എക്സ്പോർട്ട് ആവുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതായതിനു ശേഷം മാത്രമേ നിങ്ങൾ വലിച്ചിടാൻ പാടുള്ളൂ. ഓക്കെ, നിങ്ങളിങ്ങനെ മിനിമൈസ് ചെയ്യുമ്പോൾ ഈ സംഭവം ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. പക്ഷേ ഇതായതിനു ശേഷം മാത്രമേ നിങ്ങളുടെ ഫോൾഡറിലേക്ക് വലിച്ചിടാൻ പാടുള്ളൂ. അത് മറക്കരുത്. അപ്പം ഇതേപോലെ തന്നെ സെയിമാണ് നിങ്ങളുടെ അടുത്ത ഫോൾഡറിലും കിടക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ തന്നെ മറ്റൊരു ഫയൽ തന്നെയാണ് ഇപ്പുറത്തും കിടക്കുന്നത്. അതിൽ നിങ്ങൾ ഒന്നിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ചിത്രങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ശബ്ദവും ചിത്രങ്ങളും ആഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിഹ്നമായിട്ടത് മാറും. ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിഹ്നമായിട്ട് മാറും. ഓക്കെ, ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിഹ്നമായിട്ട് മാറും. അത് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്ത അത് വീഡിയോ ആയി കഴിഞ്ഞു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളത് വീഡിയോ ആക്കി കഴിഞ്ഞതിന് ശേഷം അത് ഓണാക്കി നോക്കണം, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക.
അത് സെലക്ട് ചെയ്തു. കോപ്പി, ഹോമിൽ DLED പ്രൊഡക്റ്റിൽ ഞാൻ കൊണ്ടുപോയിട്ട്, ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ നമ്പർ ആണെങ്കിൽ DLED പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് ഞാനത് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ വീഡിയോ ആയി എക്സ്പോർട്ട് ആയി എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ചിഹ്നം ആയിരിക്കും ഉണ്ടാവുക. ഈ ചിഹ്നം ആയിരിക്കും ഉണ്ടാവുക. അതിൽ റൈറ്റ് അടിച്ചിട്ട് കോപ്പി ചെയ്തിട്ട് ഹോമിൽ പോയിട്ട് DLED പ്രൊഡക്റ്റ് പോയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പം എക്സ്പോർട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കണം.